ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കൂട് പൊക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള 2 കൂട് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ താന്ന സ്ഥലമായതുകൊണ്ട് ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ കൂടെ മീൻ കയറി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് വെച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, ഇന്നലെ രാത്രി നല്ല മഴയാണ്, കിഴക്കൻ വെള്ളം ആറ്റി വന്നിട്ടുമുണ്ട്. അപ്പം നമുക്കൊരു പ്രതീക്ഷയുണ്ട്, പോയി നമുക്ക് ആ കൂടൊന്ന് പൊക്കി നോക്കാം. അതിന് വേറെ കൂടും വെച്ചിട്ടുണ്ട്, അതും പൊക്കണം. അപ്പോൾ ഇത് ആറ്റിക്കൂടെ കിഴക്കൻ വെള്ളത്തിൻ്റെ നല്ല വരവുണ്ടെന്ന് തോന്നുന്നു. കുപ്പിയും ചപ്പും പുല്ലും ഒക്കെ വരുന്നുണ്ട്, കണ്ടോ? നല്ല ഒഴുക്കുമുണ്ട്. വെള്ളം ഇന്നലത്തേക്കാട്ടിൽ നല്ല കൂടുതലുമാണ്. നമ്മൾ ഇത് ഇവിടെയാണ് കൂട് വെച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് പോയി നോക്കാം. വെള്ളം നല്ല കൂടുതലാണ്, കണ്ടോ? ഇതൊരു ചാലാണ്. ഈ പറമ്പിലെല്ലാം വെള്ളം കയറി താന്ന സ്ഥലമാണ്. നമ്മൾ വാഴ വെച്ചിരിക്കുന്ന പറമ്പാണ്. അതാണ് നമ്മൾ ആ വാഴയൊന്നും അത്ര ഒന്നും ശ്രദ്ധിക്കാത്ത കാര്യം. വെള്ളം വരുമ്പം അത് കൊല വീഴുമ്പം വെള്ളമായിപ്പോവും. പറല കണ്ടോ? ഇതിങ്ങനെ പൊക്കി വെച്ചിരുന്നത് നമുക്കിത് പറല് പിടിക്കുന്നത് നമ്മൾ ചൂണ്ടയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇത് വില ആ കുടം ഇങ്ങെടുത്തുണ്ടെന്ന് ഇത് കെട്ടിയിടാം. ബക്കറ്റിനകത്ത് ഇട്ടാൽ കുടത്തിനകത്ത് ഇടാൻ നോക്കുമോ? ഇടാൻ പാടില്ലേ? ആ, ഈ തല്ല് നമുക്ക് കുടത്തിലിട്ടിടാം. അതൊക്കെ ചത്തുപോകും. ഒരു കല്ല്, ഒരു തേങ്ങ വീണു. തേങ്ങ വീണു. ഇതെല്ലാം ഈ കൂട് നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ വെക്കുക. നമുക്കത് ആ കൂടൊന്ന് പൊക്കാം. കേട്ടോ, ഈ ചാലിനകത്ത് ഇത്രയും വെള്ളമുണ്ട്. ഈ കൂടൊന്ന് നോക്കാം. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഇതിനകത്ത് മീനുണ്ട്. സൂപ്പർ വരാലാണ്. കല്ലടാമുട്ടിയുണ്ട്. കല്ലടാമുട്ടി 1-2 എണ്ണം ചത്തുപോയി. വരാലൊന്നും ചത്തിട്ടില്ല, കണ്ടോ? ഇത് നമുക്ക് ആ ബക്കറ്റിലോട്ടൊന്ന് കുടഞ്ഞിടാം. കണ്ടോ? ഏതായാലും ഇത് നമ്മൾ ചുമ്മാതൊരു കൂട് ഇവിടെ വെച്ചിരുന്നതാണ്. എന്നെങ്കിലും കിട്ടുകയാണെ കിട്ടട്ടെന്നും പറയും. അതിനകത്ത് ഏതായാലും നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ വരാലാണ്. വലിയ വരാലൊന്നുമല്ല, ചെറിയ വരാലാണ്. ഇത് കരക്കോട്ട് മാറ്റി ചാടിപ്പോവും. ഇത് നമുക്ക് ഈ മുറ്റത്തോട്ടിടാം. ഇവിടെ ഇടാം. മഴ കയറാൻ തുടങ്ങി വീണ്ടും. ഇന്ന് മഴയാണെന്ന് തോന്നുന്നു. ഇന്നലെ വൈകിട്ട് നല്ല സൂപ്പർ മഴയായിരുന്നു. ഉണ്ടോ? ഈ ഒരു കൂടിനകത്ത് കിട്ടിയ വരാല് കല്ലടാമുട്ടിയാണ്. ഒരു വരാല്, സൂപ്പർ വരാലുണ്ട്. കാര്യമുണ്ടല്ലേ? കല്ലടാമുട്ടി എല്ലാം പോകുന്നുണ്ടോ? ചാടി പോവുക. ഇതിനകത്ത് കയറുന്ന സാധനങ്ങളുണ്ടോ? അട്ടക്കൊക്ക. ഒരു വരാലി കുഞ്ഞ് ചത്തുപോയി. കുഞ്ഞല്ല, വരാലി ചത്തു. അത്ര വലിയ കലറാമുട്ടി അങ്ങ് പോവുക. ഒരു സൂപ്പർ കാര്യമുണ്ട്. ഇത് കണ്ടോ? കുത്തി നമുക്ക് പണി എടുത്തു കാണിക്കുന്നില്ല. കുത്തി നമുക്ക് കല്ലടാമുട്ടി എല്ലാം ഇങ്ങനെ പോവുകയാണ്. ഇത് നമുക്ക് ഈ ബക്കറ്റിലോട്ട് ഇട്ടേക്കാം.
നമുക്ക് ഇത് ബക്കറ്റിലോട്ടിടാം. കല്ലാമുട്ടി ഇവിടം വരെ വന്ന് അതുകൊണ്ട് ചുമ്മാ അല്ല ഇത് പിന്നെ പറമ്പിൽ കൂടെ കയറി ഇങ്ങനെ പോകുന്നത്. വെള്ളം ഒഴുക്കുണ്ടെങ്കിൽ അത് കയറി നല്ല സൂപ്പർ വെള്ളാമുട്ടി കണ്ടോ. ഇത് വളർത്തു വെള്ളാമുട്ടില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വെള്ളാമുട്ടി തന്നെയാണ്. ഓ കരയുന്നു. ക്ലാസ് കാര്യ നല്ല സൂപ്പർ കാര്യ. ഇനിയിപ്പോൾ നമുക്ക് കൂടി ഇനി നമ്മൾ 2 കൂടെ ഇവിടെ വെച്ചിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് വള്ളത്തെ കയറി വേറെ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. എന്നാ മീൻ കറി വെക്കാനുള്ള പ്ലാനാണോ? എല്ലാം പറഞ്ഞിരിക്കുന്നത് വരാല് കാര്യം കറി വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് കറി വെക്കാൻ നമുക്ക് എടുത്ത് വെക്കാം. ഇനി മറ്റുള്ള കൂട് വെക്കുന്ന മീന് നമുക്ക് നോക്കാം എന്തുമാത്രം ഉണ്ട് എങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ മേല. വള്ളത്തെ കയറി അങ്ങോട്ട് പോവാം. നമ്മുടെ ഇന്നലത്തെ മഴയ്ക്ക് വെള്ളം നിറച്ച് വെള്ളമാണ്. ഞാനത് പറ്റിക്കട്ടെ. സൂപ്പർ മഴയായിരുന്നു. നമ്മൾ കൂട് വെച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അകലത്തിലാണ്. ഒരു കടയിലൊക്കെ വെച്ച് കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ആറ്റിൽ നല്ല വെള്ളം വരവാണ്. എന്നാൽ വെള്ളത്തിന് അത്രയും കലക്കലില്ല. ഒത്തിരി കുപ്പിയും തെർമോക്കോളും എല്ലാം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം വേസ്റ്റാണ് വരുന്നത് നോക്കി. ഒരേ സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന ഈ വേസ്റ്റ് എല്ലാം ഒഴുകി വരിക. ഇതെല്ലാം നേരെ വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുക. അവിടുന്ന് നേരെ കടലിലോട്ടും പോകും. ഏതായാലും നമുക്ക് നമ്മുടെ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഒരു കൂട്ടം ചപ്പും വേസ്റ്റും എല്ലാം കൂടെ ഒഴുകി വരുന്ന ഉണ്ടോ, നമ്മുടെ വള്ളത്തിനോട് ചേരുക. അതിനകത്ത് തടി കഷ്ണമൊക്കെ ഉണ്ട്. നമ്മൾ കൂട് വെച്ചിരിക്കുന്ന ഈ കടകളിനകത്ത് ഇതൊരു വലിയ കടകൾ കൂട്ടുക ഉണ്ടോ. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ തീരെ പൊക്കമായിട്ടാണ് ഈ കടകൾ ഇങ്ങനെ അടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് എത്ര വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞാൽ ഇത് പോകത്തില്ല. കാര്യം അടി പിടിച്ച് കിടക്കുകയാണ്. ഒരു വലിയ കൂട്ടം വരുന്നുണ്ട് ഉണ്ടോ. അതിനകത്ത് ഇല്ലിക്കൂട്ടമൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു വേസ്റ്റിന്റെ കൂട്ടമാണ് വരുന്നത്. എന്തുമാത്രം അഴുക്ക് അതിനകത്തുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കാക്കയൊക്കെ വന്നിരിപ്പുണ്ട്. ഇല്ലിയാണ്. ഇല്ലി ആരോ വെട്ടി വിട്ടതാണ് കണ്ടോ. ഇതിൻ്റെ അറ്റത്ത് ഇല്ലി മുളയാണ് കിടക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പിയാണ് നിറച്ച്. ഇത് നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ പുളുങ്ങുന്ന് ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ഒരു പാലമുണ്ട്. ആ പാലത്തെ ചെന്ന് ഇത് തങ്ങും. എല്ലാ വർഷവും അതൊരു പ്രക്രിയ തന്നെയാണ്. പാലത്തെ തങ്ങി കഴിയുമ്പോൾ അവിടുന്ന് JCB വലിയ തടി കഷ്ണം നടക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല തടി കഷ്ണങ്ങളാണ്. ഇതുണ്ടോ, സൂപ്പർ തടിയാ ഇത്. അതൊരു ഭയങ്കര തടിയല്ലേ. ഈ കഷ്ണമുണ്ടോ. എന്താ ചെയ്യാൻ. ഇപ്പം ഈ ആറ്റിക്കൂടെ എന്തുമാത്രം വേസ്റ്റാണ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. കുപ്പിയും അഴുക്ക് സാധനങ്ങളും വേസ്റ്റ്, നമുക്ക് വേണ്ടാത്ത സാധനം പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആക്രിക്കാർ വരും, അവർക്ക് കൊടുക്കാം. നമുക്ക് തുച്ഛമായ വിലയും കിട്ടും. ഇത് നമ്മൾ ഓരോ സ്ഥലത്തേക്കും തോട്ടിലും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നതാണ് ഈ വരുന്നത്. ഇത് അനുഭവിക്കുന്നവരാ ഞങ്ങളെപ്പോലുള്ള സാധാരണപ്പെട്ടവർ.
ഈ ആറുമായിട്ട് ജീവിക്കുന്നവർ മാത്രം. എന്തായാലും നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, നമ്മൾ കൂട് പൊക്കുകയാണ്. നമ്മൾ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. വെള്ളം കയറ്റുന്ന ഇപ്പോൾ ഒരു പണി തന്നെയാണ്. നല്ല ഒഴുക്കുമാണ്. ഇങ്ങനെ നമ്മൾ ഈ കടകളിനകത്ത് കൂടി ചുമ്മാതെ ഇട്ടിരിക്കുകയാണ്. ഇതൊരു മീൻ കയറി വരികയാണെങ്കിൽ ഇതിനകത്ത് കയറും. ഓ, ആദ്യത്തെ കൂടിനകത്ത് 2-3 ചെറിയ പരലേ ഉള്ളു. ഇത് നമുക്ക് എടുക്കാം. ഈ കൂടെ നമ്മൾ എടുത്തോണ്ട് പോകുന്നില്ല, ഇവിടെ തന്നെ ഇടുക. ഇവിടെ ഒരു കൂടുണ്ട്, അത് നോക്കാം. അതിനകത്ത് ഇതുപോലെ തന്നെ ചെറിയ മീന. ഇത് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വീട്ടിൽ ടർക്കിയും മറ്റേ താറാവും ഉണ്ട്, പേത്തയുണ്ട്. അതിനിത് വലിയ ഇഷ്ടമാണ്. അതിന് കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്, നോക്കാം. അറിയുന്നുണ്ട്. നാരകന് ആറ്റിയമ്പല്ലിയാണ്. ഇത് നമുക്ക് ബക്കറ്റിലിടാം. ചെറിയൊരു ആറ്റിയമ്പല്ലിയുണ്ട്. അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു. കടനത്ത് കളഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ അത് പോയി വലുതായി വരട്ടെ. എന്തായാലും മഴ ഇപ്പോൾ ഉടനെ തന്നെ പെയ്യും. ഈ കൂട് നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ വെക്കാം. അടുത്ത കൂട് നമ്മൾ വെച്ചിരിക്കുന്നത് ആ കാട്ടിലാണ്. പോയി നോക്കാം. ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. അതിനകത്തും ചെറിയ മീനേ ഉള്ളു. നമുക്ക് കൊണ്ടുപോകാം. അത് ഇനി മീൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ചില്ലാൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ കൊമ്പെടുക്കുക, ശാലം നേരം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് അത് ഇറങ്ങിപ്പോരും. ഇതാണ് തമ്മ. ഇത് ചെറുതാണ്, കാരി പോലെ തന്നെ ഉണ്ടോ, ചാടിപ്പോയി. അതിനെ നമുക്ക് അങ്ങ് കളയാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. കടലിനകത്തൂടെ നമ്മൾ ഊന്നി കയറ്റുക എന്ന് പറഞ്ഞ ഒരു ശ്രമകരമായ പണി തന്നെയാണ്. മീൻ കിട്ടിയ വിഷയമില്ല. അതിലും മീനത്തെ ഒരു ഹരം തന്നെയാണ്. നമ്മൾ എത്ര ബുദ്ധിമുട്ടി വന്നാലും ചിലപ്പോൾ കിട്ടും, ചിലപ്പം കിട്ടാതെ പോകും. ഇവിടെ ഒരു കൂട്. അതിനകത്ത് ചെറിയ മീനേ ഉള്ളൂ. എന്താ നമ്മുടെ ടർക്കിക്കും പേത്തയ്ക്കും ഒക്കെ ഇന്ന് കുഴപ്പമില്ല. അപ്പൊ ഈ കൂട് ഇതുപോലെ തന്നെ നമ്മൾ വെക്കുക. നാളെ നിറച്ച് മീൻ കയറി കിടക്കണം. അപ്പൊ മീൻ പിടുത്തം എപ്പോഴും നമ്മൾ പ്രതീക്ഷയല്ലേ. ഇന്ന് കിട്ടിയില്ലേ നാളെ കിട്ടും, നാളെ കിട്ടിയില്ലേ നാളെ കഴിഞ്ഞ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇതുണ്ടോ, ഒരു ചെറിയ കല്ലടാമട്ടി കുഞ്ഞാണ്. ഇതിനെ നമുക്ക് അങ്ങ് ആറ്റിലോട്ട് അങ്ങ് കളയാം.
പോയി എവിടെയെങ്കിലും പോയി നിൽക്കും. കൂട്ടത്തിൽ കണ്ടോ ഒരു ആറ്റിയമ്പല്ലി കുഞ്ഞാണ്. ഈ ആറ്റിയമ്പല്ലി കുഞ്ഞിനെ നമ്മൾ ഈ കൂടിനകത്ത് കിട്ടിയതുകൊണ്ട് ഇതിനൊന്നും യാതൊരു പരിക്കുമില്ല. ഇതിനെ നമ്മൾ അങ്ങ് കളയുക, ജീവിച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിന്ന് രാവിലെ വീടിൻ്റെ അവിടെ വെച്ച് കൂട് പൊക്കി കുറച്ച് കാരിയും പരലും ഒക്കെ കിട്ടി. കാരിയും വരാലും കല്ലടാമുട്ടിയും പരലും കിട്ടി. ഇപ്പം ഇവിടെ വന്ന് നമ്മൾ ഇത്രയും കൂട് പൊക്കി ഇത്രയും മീനെ കിട്ടിയുള്ളൂ. ആരേനും ആറ്റിയമ്പല്ലിയൊക്കെയാണ് കിട്ടിയത്. ഉണ്ടോ? അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ച ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമൻറ്റ് ഇടുന്നു. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.